Welcome everyone. Welcome to Shadow Broadcast Free Path IAS program. So last class we discussed, I think നമ്മൾ 2 question എന്തോ ചെയ്തുള്ളൂ അല്ലേ? Because digits ആണ് കുറച്ച് ലെങ്തി ആയിരുന്നു കാൽക്കുലേഷൻസ്, പക്ഷേ ഈസിയാണ് ടാക്കിൾ ചെയ്യാൻ. കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നമുക്കത് ഓട്ടോമാറ്റിക്കലി ഒരു ട്രിക്ക് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്തത്? ABC പ്ലസ് ACB പ്ലസ് BCA പ്ലസ് BAC പ്ലസ് CBA പ്ലസ് CAB. ഇത് വിത്തൗട്ട് എക്സ്പാൻഷൻ എങ്ങനെ നമുക്ക് എയുടെ ടോട്ടൽ കൗണ്ട് അറിയാൻ നോക്കാം. ഇവിടെ A 100ലാണ് അല്ലേ? ഇവിടെ A 100ലാണ്, ഇവിടെയും A 100ലാണ്, ഇവിടെ A 1sലാണ്, ഇവിടെ A 10, ഇവിടെ A 10sലാണ്, ഇവിടെ A 1sലാണ്, ഇവിടെ A 10sലാണ്. നമുക്ക് ആഡ് ചെയ്താൽ പോരെ? 100 + 100 200, 200 10, 200 20, 221, 222. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 100, 100 + 100 200, 200 + 10 210, + 10 220, 221 + 1 222. നമുക്ക് എന്തെഴുതാം? 222A എന്ന് എഴുതാം. ഇത് എഴുതണം. ഈ എക്സ്പാൻഷൻ എന്തായാലും എഴുതിയേ പറ്റുള്ളൂ. കാരണം 6 പോസിബിലിറ്റിയും എഴുതാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 6 പോസിബിലിറ്റി എഴുതണം. ദെൻ ബിയും അതുപോലെ തന്നെയാണ്. എത്ര 100 ഉണ്ട് ബിക്ക്? 1 100, 2 100. എത്ര 10 ഉണ്ട്? 1 10, 2 10. എത്ര വൺസ് ഉണ്ട്? 1 വൺസ്, 2 വൺസ്. സെയിം നമുക്ക് 222B കിട്ടും. സെയിം 222C കിട്ടും. സോ വിത്തൗട്ട് എക്സ്പാൻഷൻ ഇതെങ്ങനെ എത്തി? നമ്മളിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നോക്കിക്കൊണ്ട് തന്നെ ഇതെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനോടെ ചെയ്യാം. ഓക്കെ, യെസ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് 5 യൂസ്ഡ് ഇൻ നമ്പറിങ് എ 260 പേജ് ബുക്ക്? 260 പേജുള്ള ബുക്ക് നമ്പർ ചെയ്യാൻ എത്ര 5 ഉണ്ടായിരുന്നു? സിമ്പിളാണ്. നമുക്കറിയാം 1 to 100 എത്ര 5 ഉണ്ടെന്നറിയാം. ഞാൻ മുമ്പേയും കൂടെ പറഞ്ഞതേ ഉള്ളൂ. 1 തൊട്ട് 100 വരെ 20 5s. എത്ര 5s? 20. ഇനി 100 to 200 വരെ എത്ര 5s ഉണ്ട്? Again 20 5s. ഇനി നമുക്ക് 200 തൊട്ട് 250 എത്രയാണ്? 260 വരെയാണ്. സോ 200 തൊട്ട് 250 വരെ നമുക്ക് എത്ര 5 ഉണ്ടാവും? 205, 215, 225, 235, 245 അല്ലേ? 245. ദെൻ നമുക്ക് 250, 251, ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ആക്ച്വലി 250 തൊട്ട് 259 വരെ നമ്മുടെ കയ്യിൽ 10 5s ഉണ്ട്. എത്ര 5s ഉണ്ട്? 10 5s ഉണ്ട്. ആണോ? നോക്കിയാലോ. 250, 251, 252, 253. സോ 253 250 തൊട്ട് 259 വരെ നമുക്ക് 11 5s ഉണ്ടായിരിക്കും. 11 5s. കാരണം ഒരു 55 വരുന്നുണ്ട് അല്ലേ? സോ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കൺഫേം ചെയ്യാം. 250, 51, 52, 53, 54, 255, 256, 257, 258. എത്ര എണ്ണം നോക്കിയോ? 1 2 3 4 5 6 7 8 9 10 8 9 10 11. സോ 250 തൊട്ട് 259 വരെ 250 തൊട്ട് 259 വരെ എത്ര 5 ഉണ്ട്? 11 5 ഉണ്ട് നമുക്ക്. ഓക്കെ, ഇനിയും ബാക്കി നോക്കാലോ. 1 2 3 4 5. സോ 16 5 അല്ലേ? സോ ഐ ക്യാൻ സേ ദാറ്റ് ഫ്രം
200 to 260 എത്ര 5 ഉണ്ട്? 16 5s ഉണ്ട്. ഇനി ടോട്ടൽ ആഡ് ചെയ്ത് 20, 40, 56. സോ ആൻസർ ഈസ് 56. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് 24. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്യാം. 1 തൊട്ട് 100 വരെ 25s, 100 തൊട്ട് 200 വരെ 25s. ഇനി നമ്മൾ 200 തൊട്ട് എത്ര എടുക്കണം? 249 വരെ എത്ര 5 ഉണ്ട്? 5 എണ്ണം അല്ലേ? 5 5s. എത്രയാണ്? 5 5s. ഇനി 250 തൊട്ട് 259 വരെ എത്ര 5s ഉണ്ട്? 11 5s ഉണ്ട്. ഇത് മൊത്തവും കൂടെ ആഡ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 256. മൊത്തം എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. പക്ഷേ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എഴുതേണ്ട വരാം. ഈ 2 പാർട്ട് എഴുതി നോക്കാം. കാരണം 205, 215, 225, 235, 245, 245 അല്ലേ? അതായത് 249 വരെ 5 എണ്ണം 245. ഇനി നമ്മൾ 250 തൊട്ട് 59 വരെ 10 നമ്പർ ഉണ്ട്. പക്ഷെ അതിന് 255 ഒരു 5 റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എത്രയായി? 11 5 ആയി. സോ 11 5 വരും. സോ ആൻസർ ഈസ് 56 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് അബൌട്ട് ഡിജിറ്റ്സ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനോടെ നോക്കാം. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 1.27 ബാറിനെ എന്താക്കണം? ഈക്വിവാലന്റ് ഫ്രാക്ഷൻ ആക്കണം അല്ലേ? ദാറ്റ് ഈസ് 1.27 ബാർ. സോ ഇതിനെ എങ്ങനെ എഴുതാം? 1 + 27/99 or 126/99. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇവിടെ 126/99 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് നമുക്ക് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം അല്ലേ? 127ഉം 139 എന്തായാലും എലിമിനേറ്റ് ചെയ്തു. കാരണം 126നേക്കാളും വലുതാണ് അവർ. ഒരിക്കലും അത് വരില്ല. ഇനി 13/11 ആണോ 14/11 ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇതിനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. 9 വെച്ച് നോക്കിയേ, 9 × 11 വരും. ഓക്കെ, 9 × 9 വെച്ച് എങ്ങനെ മനസ്സിലായി? ബിക്കോസ് അടുത്ത 2 ഓപ്ഷനിലും 11 ആണ്. 99നെ 9 വെച്ച് ഡിവൈഡ് ചെയ്താലേ നമുക്ക് 11 കിട്ടുള്ളൂ അല്ലേ? സോ 11 9 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 99 9 വെച്ച് ഡിവൈഡ് ചെയ്തു, 11 കിട്ടി. ഇനി 126നെ നമുക്ക് 9 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 126 ഡിവൈഡ് ബൈ 9. 9 1s are 9, 6 4s are 36. സോ ആൻസർ എന്ത് കിട്ടും? 14. 14/11 which is option B ആൻസർ കിട്ടും. which is option B. ഓക്കെ, ഇതാണ് യെസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ us. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജർ ക്യാൻ ബി എന്ത്? 100. 5 അടുപ്പിച്ച് വരുന്ന ഇൻറ്റിജർ. നമുക്ക് അടുപ്പിച്ച് വരുന്ന 5 ഇൻറ്റിജറിനെ, ഫോർ എക്സാമ്പിൾ ഞാൻ 1 എടുത്തു, 2 എടുത്തു. ഇതിനെ ഞാനിപ്പം എക്സ് എന്ന് കൊടുത്താൽ 2നെ എനിക്ക് എങ്ങനെ എഴുതാം? x + 1 എന്ന് എഴുതാം അല്ലേ? അടുത്തടുത്ത് വരുന്ന 2 ഇൻറ്റിജർ. ഇനി ഇവിടെ 0 എന്ന് കൊടുത്താൽ ഇതിനെ എനിക്ക് x - 1 എന്ന് എഴുതാം അല്ലേ? അടുപ്പിച്ച് വരുന്ന 3 ഇൻറ്റിജറായി. സോ അടുപ്പിച്ച് വരുന്ന 3 ഇൻറ്റിജറിനെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? x - 1 x + 1 എന്ന് എഴുതാം. എനിക്കിപ്പോൾ അടുപ്പിച്ച് 5 ഡിജിറ്റ് വരണം. അടുപ്പിച്ച് 5, അതായത് 1 2 3 4 5. ഇനി അതിന് മിഡിലുള്ളതിനെ ഞാൻ x എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്തേന് ഞാൻ x + 1 ആയിരിക്കുമല്ലോ. 5 എന്ന് പറയുന്നത് 3ൻ്റെ കൂടെ 2 കൂട്ടി, ഇത് x + 2 ആയിരിക്കില്ലേ? ഇനി 2 എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് 3ൽ നിന്ന് 1 കുറച്ചു, x - 1 ആയിരിക്കും അല്ലേ? ഇനി അടുത്തതെന്ന് പറഞ്ഞാലോ x - 2 ആയിരിക്കും. സോ 3 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജർ ആണെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? x - 1 x + 1. 5 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജർ ആണെങ്കിൽ x - 2 x - 1 x + 1 x + 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 5 എണ്ണമാണ്. 5 എണ്ണത്തെ ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടുമോ എന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? നമുക്ക് നോക്കാം. x + x - 2 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെയൊക്കെ ആഡ് ചെയ്ത് നോക്കാം. x - 2 x - 1 + x +
എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 100 കിട്ടണം. ഇനി ഇതിനകത്തിരുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എക്സ് എന്തായിരിക്കണം? നാച്ചുറൽ ഇൻറ്റിജർ, അല്ലെങ്കിൽ ഇൻറ്റിജർ കിട്ടിയാലും മതി. ഇവിടെ ഇൻറ്റിജർ ആണല്ലോ. ഇൻറ്റിജർ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ യെസ്, ട്രൂ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത ഇതാണ്. 5 എണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 5x കിട്ടും. ബാക്കിയെല്ലാം ക്യാൻസൽ ആയി പോകും അല്ലേ? 1 - 1 0, 2 - 2 0. അതാണ് ഈ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. ഈസ് ഈക്വൽ ടു 100 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 100/5, എക്സ് ഈസ് ഈക്വൽ ടു 20. സോ 5 ഇൻറ്റിജർ ആഡ് ചെയ്താൽ 100 കിട്ടും. കാരണം ആദ്യത്തെ ഇൻറ്റിജർ എക്സ് 20, ഇവിടെ 21, 22, എത്രയാണ് 19, 18. ഈ 5 ഇൻറ്റിജർ ആഡ് ചെയ്താൽ നമുക്ക് സം 100 കിട്ടും. സോ ദ ആൻസർ ഈസ് ട്രൂ. രണ്ടാമത്തത്, പ്രോഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ക്യാൻ ബി ഈക്വൽ ടു ദെയർ സം. 3 നാച്ചുറൽ നമ്പർ എടുക്കുന്നു, 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ, അവരുടെ പ്രോഡക്റ്റും സമ്മും സെയിം ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ 3 നമ്പർ എടുക്കുന്നു, എക്സ് വൈ ഇസഡ്. ഞാൻ ഇവരെ 3 പേരെ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പരും ഇവരെ 3 പേരെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറും സെയിം ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ? യെസ്, നാച്ചുറൽ നമ്പർ ഉണ്ട്. ഞാൻ 1ഉം 2ഉം 3ഉം എടുക്കുന്നു. എന്തെടുക്കുന്നു? 1ഉം 2ഉം 3ഉം. 1 + 2 + 3 6. 1 × 2 × 3 അതും 6. സോ എൻ്റെ രണ്ടാമത്തെ ആൻസറും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണല്ലേ? അതായത് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിൻ്റെ സമ്മും പ്രോഡക്റ്റും സെയിം ആണ്. എക്സാമ്പിൾ 1 2 3. ഓക്കെ, ഇനി ഞാൻ ഇവിടെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ബോത്ത് 1 and 2. ഇനി ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ഇൻറ്റിജർ എന്നാക്കി. ഇൻറ്റിജർ ആക്കിയാൽ എനിക്ക് എത്ര അതുപോലത്തെ വാല്യൂസ് കിട്ടും? ഇപ്പോൾ 1 2 3 എടുത്ത പോലെ എനിക്ക് എത്ര എണ്ണം കിട്ടാം? പ്രോഡക്റ്റും സമ്മും സെയിം ആകുന്നത്. ഒരെണ്ണം എനിക്കറിയാം 1ഉം 2ഉം 3ഉം ആണെന്നല്ലേ. 1 + 2 + 3 ഈസ് ഈക്വൽ ടു 1 × 2 × 3. ഇതുപോലെ എത്ര കോമ്പിനേഷൻസ് എനിക്ക് പോസിബിൾ ആണ് ചോദിക്കാം. അവർ ഓപ്ഷനിൽ തരും 5 കോമ്പിനേഷൻ പോസിബിൾ ആണ്, 4 കോമ്പിനേഷൻ പോസിബിൾ ആണ്, 3 2. നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും ചെക്ക് ചെയ്യാം. സോ അറിഞ്ഞു വെക്കുക, 1 2 3 ഒരു നമ്പർ. അടുത്തത് -1 0 1. ഇത് ഇൻറ്റിജർ ആണെങ്കിലുള്ള കാര്യമാണ്, നാച്ചുറൽ നമ്പർ അല്ല, ഇൻറ്റിജർ. സോ -1 × 0 × യെസ് 1 അല്ലേ? കോൺസിക്യൂട്ടീവ് ആണ് അല്ലേ? കോൺസിക്യൂട്ടീവ് ആണോ? കോൺസിക്യൂട്ടീവ് ആണ്. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ ഇതുപോലത്തെ? ഉണ്ട്. -1 + -2 + -3 -1 × -2 × -3. ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? ദ സെയിം ആൻസർ. നമുക്ക് എന്ത് കിട്ടും? സെയിം ആൻസർ കിട്ടും. -1 + -2 × -3 ഇതെന്താണ്? -6. -1 × -2 × -3 അതും എന്താണ്? -6. വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? യെസ്, ഇല്ല. സോ നമുക്ക് എത്ര കോമ്പിനേഷൻ കിട്ടും? ടോട്ടൽ 3 കോമ്പിനേഷൻ. ടോട്ടൽ എത്ര കോമ്പിനേഷൻ? ടോട്ടൽ 3 കോമ്പിനേഷൻ വിച്ച് സം ആൻഡ് ദ പ്രോഡക്റ്റ് of the 3 consecutive integers, sum and the product of 3 consecutive integers are same. ഇവിടെ എന്ത് കിട്ടും? ഇവിടെ രണ്ടിടത്തും 0 കിട്ടും, ഇവിടെ 6 കിട്ടും, ഇവിടെ -6 കിട്ടും. ഓക്കെ, സോ ദീസ് ആർ ദ 3 കോമ്പിനേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. Now moving ahead to the next one, that is concept related to expansion. ഓക്കെ, എക്സ്പാൻഷനിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻസ് നമ്മൾ പഠിച്ചു. ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കാം
എന്ന് നമുക്ക് നോക്കിയല്ലേ. അതുപോലെ തന്നെ മോർ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ എന്താണ് ഡിജിറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഡിജിറ്റ്സ്. So we will be discussing those concepts in the next session. So thank you all. Have a great day.